ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വിശുദ്ധ ആരാധനയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആരാധനയുടെ ആരംഭം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവചരാചരങ്ങളുടെയും സൃഷ്ടികർത്താവും ഞങ്ങളുടെ ജീവന്റെ പരിപാലകരുമായ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഏറ്റവും അനുഗ്രഹീതമായ ഈ ദിനത്തിൽ അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ സർവശക്തനായ ദൈവം നൽകിയിരിക്കുന്ന ഈ മഹാകൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ ആയിരുന്നു കൊണ്ട് അങ്ങേ ആരാധിക്കുന്ന എല്ലാ അവിടുത്തെ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകണമേ. ഈ കാലഘട്ടത്തിൽ അടിയങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിച്ച് അവിടുത്തെ ജനമായി ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി അങ്ങേ ആരാധിക്കുവാൻ ആവശ്യമായ എല്ലാ അനുകൂല സാഹചര്യങ്ങളും തന്ന് ഞങ്ങളുടെ ദേശത്തെ അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധനയിലൂടെ ദൈവിക ശക്തി അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ദൈവനാമസ്തുതിക്കും മഹത്വത്തിനും ഈ വിശുദ്ധ ആരാധനയുടെ അനുഗ്രഹത്തിനുമായി ക്രിസ്തീയ ഗീതത്തിൽ 11-ാം ഗീതം നമുക്ക് ആലപിക്കാം. Oh
സ്തുതിൽത്താനി 1-ാം ഭാഗം, ആരാധനക്രമത്തിൽ 3-ാം പുറം. ദൈവമേ, സിയോനിൽ സ്തുതി അങ്ങേക്ക് യോഗ്യം, അങ്ങേക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, സകല ജഡവും അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു. യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്, അവിടുത്തെ വിശ്വസ്ത തലമുറ തലമുറയായിരിക്കുന്നു. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്ക. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു, നാമോ അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുത്തെ കൈക്കൽ ആടുകളും തന്നെ. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവുമുണ്ട്. ഞങ്ങളോ ദൈവത്തോട് മത്സരിച്ചു. അവിടുന്ന് തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തിരം ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടക്കാൻ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ, തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ അങ്ങ് നിരസിക്കുകയില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവിടത്തോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് അങ്ങയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയും. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റുപറയുവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ചില നിമിഷങ്ങൾ മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ അങ്ങയുടെ വഴികളിൽ നിന്ന് തെറ്റി ചിന്നിയിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും അനുസരിച്ച് ഞങ്ങൾ നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യമില്ല. എന്നാലും കർത്താവേ, നിങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ കുറ്റങ്ങളെ ക്ഷമിക്കണമേ. പാപി മരിക്കണമെന്നല്ല, അവൻ ദുഷ്ടത വിട്ട് തിരിഞ്ഞിരിക്കണമെന്ന് മാത്രം അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദയയുള്ള പിതാവേ, ഞങ്ങൾ അനുതാപ ഹൃദയങ്ങളോട് അങ്ങിലേക്ക് തിരിയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചിരിക്കുന്ന കരുണയുള്ള വാഗ്ദത്തങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചന നിശ്ചയം ഞങ്ങൾക്ക് നൽകണമേ. ഇനിമേൽ അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ അങ്ങയെ സേവിക്കേണ്ടതിന് സഹായിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഇതെല്ലാം നിങ്ങൾ യാചിക്കുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകും. നമ്മുടേതിന് മാത്രമല്ല, സർവലോകത്തിന്റെ പാപത്തിനും തന്നെ. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായിച്ചു കളയും, നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയുമില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്ന അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ആമേൻ. യേശുക്രിസ്തുവിലൂടെ നാം പ്രാപിച്ചിരിക്കുന്ന പാപക്ഷമയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അനുദിന ജീവിതത്തിൽ ദൈവം നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും കൃപകളെയും സൗഖ്യത്തെയും സമാധാനത്തെയും എല്ലാം ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി കരേറ്റാം.
പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ അയോഗ്യദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായി എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ലോകത്തെ വീണ്ടെടുത്ത അവിടത്തെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനായും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കടങ്ങമില്ലാതെ നന്ദിയുള്ളവയായി തീരേണ്ടതിന് അങ്ങയെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുൻപാകെ നടക്കേണ്ടതിനും അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല കർമ്മങ്ങളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. 23-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി ചൊല്ലാം. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ഊരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും നീക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുന്നു. അന്നു തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയും ഈ സംഭവിച്ചതൊക്കെയും സംസാരിച്ച് കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവ് എന്ന് പേരുള്ളവൻ, യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചത് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകലജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറായനായ യേശുവിനെ കുറിച്ച് ഉള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാൾ ആകും. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാർ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ലതാൻ. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശെ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ, ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർക്കാൻ ചെന്നു.
അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് ശീമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 പേരെയും കൂടെയുള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കുകയിൽ തങ്ങൾക്ക് അറിയായി വന്നതും അവർ വിവരിച്ച് പറഞ്ഞു. ഇവിടെ ഇന്നത്തേക്കുള്ള സുവിശേഷ പാഠഭാഗം വായിച്ച് അവസാനിച്ചു. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. ഇപ്പോൾ നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ ഏറ്റുപറയാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉത്പാദിപ്പിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ അവിടുന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഇപ്പോൾ നമുക്ക് ഒരു സ്പെഷ്യൽ സോങ് ശ്രമിക്കാം. സ്വർഗത്തിൻ വാതിൽ തുറക്കുന്നനാദം
ദൈവത്തിൻ പൈതലിൻ പ്രാർത്ഥന. സംഗീതം പ്രാർത്ഥനയാൽ സവിധത്തിൽ പകരുന്ന ഈ വേളയിൽ, സഹനത്തിൻ സംഗീതം പ്രാർത്ഥനയാൽ സവിധത്തിൽ പകരുന്ന ഈ വേളയിൽ, സാഗരമാകും ദുഃഖങ്ങളിൽ എന്നും സാന്ത്വനമായി മാറും യേശുനാഥൻ. സാഗരമാകും ദുഃഖങ്ങളിൽ എന്നും സാന്ത്വനമായി മാറും യേശുനാഥൻ. സ്വർഗ്ഗത്തിൻ വാതിൽ തുറക്കുന്ന നാദം, ദൈവത്തിൻ പൈതലിൻ പ്രാർത്ഥന. മഴയെന്ന പോലെ ഒരു മാരി പൊഴിയും ഹൃദയങ്ങളിൽ, മരുഭൂമി പുൽകും മഴയെന്ന പോലെ ഒരു മാരി പൊഴിയും ഹൃദയങ്ങളിൽ. പാഴ്മുളം തണ്ടിൽ ഏഴു സ്വരങ്ങൾ പാട്ടുകൾ കേൾക്കും പ്രാർത്ഥനയാ. പാഴ്മുളം തണ്ടിൽ ഏഴു സ്വരങ്ങൾ പാട്ടുകൾ കേൾക്കും പ്രാർത്ഥനയാ. സ്വർഗ്ഗത്തിൻ വാതിൽ തുറക്കുന്ന നാദം, ദൈവത്തിൻ പൈതലിൻ പ്രാർത്ഥന. സ്വർഗ്ഗത്തിൻ വാതിൽ തുറക്കുന്ന നാദം, ദൈവത്തിൻ പൈതലിൻ പ്രാർത്ഥന. താതന്റെ തൃക്കൈകൾ നന്മകളേറെ നൽകുന്ന നേരമി പ്രാർത്ഥന. താതന്റെ തൃക്കൈകൾ നന്മകളേറെ നൽകുന്ന നേരമി പ്രാർത്ഥന. സ്വർഗ്ഗത്തിൻ വാതിൽ തുറക്കുന്ന നാദം, ദൈവത്തിൻ പൈതലിൻ പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. ഏവർക്കും സഭയുടെ നാഥനായ യേശു കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. ഈ കോവിഡ് കാലഘട്ടത്തിൽ ലോക്ക്ഡൗൺ ഈ മാസം 17-ാം തീയതി വരെ നീട്ടിയിരിക്കുകയാണല്ലോ. ദൈവത്തോട് അടുക്കുന്നതിനും ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും പരിവർത്തനം ഉണ്ടാക്കുന്നതിനും ഈ നാളുകൾ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സഭയെ സംബന്ധിച്ച് മെയ് മാസം ആദ്യ ആഴ്ച വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ആഴ്ചയാണ്. 135ാമത് സഭാദിന വാരാഘോഷത്തിലൂടെയാണ് ഈ ഒരാഴ്ച നാം കടന്നു പോകുന്നത്. സഭയുടെ നാഥനായ ക്രിസ്തു നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും അത്ഭുതകരമായി നടത്തിയതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതിന്, ഒരു ജനമായി ദൈവത്തെ ആരാധിക്കുന്നതിന്,
ദൈവകൃപ അനുഭവിക്കുന്നതിനും കഴിഞ്ഞ നാളുകളിൽ നൽകിയ ദൈവാനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി അർപ്പിക്കാം. അതോടൊപ്പം തന്നെ നമ്മെ നടത്തിയ നമ്മുടെ പൂർവ്വ പിതാക്കന്മാർക്ക് അവരുടെ സ്മരണയ്ക്ക് മുന്നിൽ നമ്മെ വിനയപ്പെടുത്താം. സഭയുടെ നേതൃത്വ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും, വിശേഷിച്ച് പൂർവകാല സഭാ ശുശ്രൂഷകന്മാരെയും നമുക്ക് ഈ ദിവസങ്ങളിൽ നന്ദിയോടുകൂടെ ഓർക്കാം. നമ്മെ നടത്തിയ ദൈവത്തിന് എല്ലാവിധ മാനവും പുകഴ്ചയും അർപ്പിക്കാം. 135 സഭാദിനം മെയ് മാസം 8-ാം തീയതിയാണ് വരുന്നത്. 8-ാം തീയതി ഒരു പ്രത്യേക സ്തോത്ര ആരാധന ഫേസ്ബുക്ക് ലൈവ് ആയി അവതരിപ്പിക്കുന്നതിന് നാം ശ്രമിക്കുകയാണ്. അതിനെ സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ സഭയുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങളെ അറിയിക്കുന്നതാണ്. ഈ ഒരാഴ്ചക്കാലം സഭാദിന കൺവെൻഷൻ ഉൾപ്പെടെ വിവിധ പരിപാടികൾ നാം ആസൂത്രണം ചെയ്തിരുന്നതാണ്. എന്നാൽ ലോക്ക്ഡൗൺ നിമിത്തം എല്ലാ പ്രോഗ്രാമുകളും നമുക്ക് മാറ്റിവെക്കേണ്ടി വന്നിരിക്കുന്നു. ഇന്ന് ഈ വിശുദ്ധ ദിനത്തിൽ നാം പ്രധാനമായി ചിന്തിക്കുന്നത് ദൈനംദിന ജീവിതത്തിൽ ഉയർത്ത കർത്താവുമായുള്ള കൂട്ടായ്മ എന്ന മുഖ്യ വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ്. ഞാൻ വായിച്ച ഒരു കഥ ഇപ്രകാരമാണ്. ഒരിക്കൽ ദേശാടന പക്ഷികളിൽ ഒന്ന് തൻ്റെ ചിറക് തളർന്ന് നിലത്തിലേക്ക് ഇറങ്ങി. ഒരു ആട്ടിടയ ബാലന്റെ അരികിലാണ് ഈ പക്ഷി വന്ന് പെട്ടത്. ആട്ടിടയ ബാലൻ ഇതിന്റെ തളർന്ന ചിറകിൽ മരുന്ന് വെച്ച് ശുശ്രൂഷിച്ചു. ഈ ബാലനുമായി ഈ ദേശാടന പക്ഷി നല്ല ചങ്ങാത്തത്തിലാണ്. കുറച്ച് നാൾക്കകം തന്നെ ഈ ദേശാടന പക്ഷി സൗഖ്യം പ്രാപിച്ചു. ആട്ടിടയ ബാലനോട് ഇപ്രകാരം ചെന്ന് പറഞ്ഞു, ഞാൻ പ്രതീക്ഷ നഷ്ടപ്പെട്ട് പറന്നിറങ്ങിയ പക്ഷിയാണ്. പക്ഷേ ദൈവം അങ്ങയെ എനിക്ക് വേണ്ടി കരുതി. അങ്ങയുടെ സാമീപ്യം എനിക്ക് ശക്തി തന്നു, കാഴ്ച തന്നു. ഞാൻ ഇനി പോവുകയാണ് എൻ്റെ ലക്ഷ്യത്തിലേക്ക്. തൻ്റെ സഹചാരിയായി ചങ്ങാത്തത്തിന് കൂടെ ഉണ്ടായിരിക്കും എന്ന് കരുതിയ ഈ പക്ഷി പറന്ന് ഉയരുകയായി. എല്ലാ കാലവും കൂടെ ഇരിക്കാമെന്ന ഉറപ്പാണ് ക്രിസ്തു മനുഷ്യന് നൽകുന്നത്. സമ്പൂർണ്ണ വിശ്വാസത്തോടെയുള്ള യാത്രയിൽ യേശു തൊട്ടറിയാവുന്ന സാന്നിധ്യമാണ്. ഹൃദയം നുറുങ്ങിയിരിക്കുന്നവർക്ക് ആശ്വാസം തരുന്നവനാണ് യേശു. ഉയിർപ്പ് ദിവസം യെരുശലേമിൽ നിന്ന് 7 മൈൽ ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് 2 ശിഷ്യന്മാർ യാത്ര ചെയ്യുകയാണ്. അവർ വളരെ ആകുലചിത്തരാണ്. ചിന്താമഗ്രരായാണ് അവർ യാത്ര ചെയ്യുന്നത്. അവരുടെ സംഭാഷണ വിഷയം യേശുവിൻ്റെ കഷ്ടാനുഭവവും മരണവും ഉദ്ധാനവും ആയിരുന്നു. ഇങ്ങനെ ഇവർ വഴിയാത്രികരായി കടന്നു പോകുമ്പോൾ ഈ ശിഷ്യന്മാരോടൊപ്പം അപരിചിതനെ പോലെ ഉയർത്തെഴുന്നേറ്റ കർത്താവും സഞ്ചരിക്കുകയാണ്. അവരുടെ യാത്രയുടെ ആരംഭത്തിൽ സഹയാത്രികനായി യേശുവാണ് തങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാകാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. യാത്രയുടെ ഒടുവിൽ കർത്താവ് അവർക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നതും നമുക്ക് കാണാം. യേശുവുമായുള്ള കൂട്ടായ്മ അവരുടെ ജീവിതത്തെക്കുറിച്ചും അതുപോലെ ദൈവത്തെ സംബന്ധിച്ചും അവർ ചെയ്യേണ്ടുന്ന ദൗത്യത്തെക്കുറിച്ചും ഒരു പുതിയ ദർശനം അവർക്ക് നൽകുകയാണ്. ഇവിടെ 3 ചിന്തകൾ ചുരുക്കമായി നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കട്ടെ. ഒന്നാമത്, കൂടെ നടക്കുന്ന യേശു. കൂടെ നടക്കുന്ന യേശു. വിശുദ്ധ ലൂക്കോസ് വിശേഷം 24-ാം അധ്യായം 15-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം. യേശു താനും അവരോട് കൂടെ നടന്നു.
യേശു താനും അവരോട് കൂടെ നടന്നു. എത്രയും വേഗം സ്വന്തം ഗ്രാമത്തിൽ എത്തിച്ചേരണം എന്ന ഉദ്ദേശത്തോടുകൂടെ യാത്ര തിരിച്ചവരാണ് ഈ ശിഷ്യന്മാർ. എന്നാൽ ഇവർ നിരാശയിലും വേദനയിലും പ്രതിസന്ധിയിലും ആയിരുന്നു എന്ന് അവരുടെ സംഭാഷണത്തിലൂടെ സഹയാത്രികനായി ആയ യേശു മനസ്സിലാക്കുക. സഭാപിതാവായ യുസേബിയസ് പറയുന്നത് ഈ രണ്ടു ശിഷ്യന്മാരിൽ ഒരുവൻ യേശുവിന്റെ പിതാവായ ജോസഫിന്റെ സഹോദരൻ എന്നാണ്. അവരുടെ സംഭാഷണത്തിൽ അവരുടെ നിരാശ വളരെ വ്യക്തമാണ്. യേശുവിനെ സംബന്ധിച്ച് അവർ പ്രതീക്ഷിച്ചതുപോലെ യഹൂദന്മാരുടെ രാജാവായില്ല, ഒരു സൈന്യാധിപനും ആയില്ല. മറിച്ച് ഹീന മരണം അനുഭവിക്കുകയാണ് യേശു ചെയ്തത്. എന്നാൽ ഇപ്പോൾ അവർ കേൾക്കുന്നത് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന വാർത്തയാണ്. യേശു യഥാർത്ഥത്തിൽ മശിഹ ആയിരിക്കാൻ സാധ്യതയില്ല എന്നാണ് അവരുടെ സംഭാഷണം. കാരണം അവർ ആഗ്രഹിച്ചതുപോലെ ഇസ്രായേലിന് ഒരു വീണ്ടെടുപ്പ് ലഭിച്ചില്ല. ഇങ്ങനെ പ്രത്യാശ നഷ്ടപ്പെട്ട് യേശുവിനെ കുറിച്ച് വ്യക്തത ലഭിക്കാതെ നിരാശയോടെ യാത്ര ചെയ്യുമ്പോൾ യേശു മൂന്നാമനായി കടന്നു വരുന്നു. കഴിഞ്ഞ കാലഘട്ടത്തിന്റെ പ്രതീക്ഷയും ഇന്നിന്റെ പരാജയവുമായി യേശുവിനെ ഈ രണ്ട് ശിഷ്യന്മാർ അവതരിപ്പിക്കുകയാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിത അനുഭവം എങ്ങനെ എന്ന് ചിന്തിക്കേണ്ടുന്നത് ആവശ്യമാണ്. നമ്മുടെ ക്രിസ്തീയ വിശ്വാസ ജീവിതം നാം ആരംഭിച്ചത് യേശുവിനോടൊപ്പമുള്ള യാത്രയിൽ വളരെ പ്രതീക്ഷയോടും വളരെ പ്രത്യാശ നിർഭരമായ അനുഭവത്തോടു കൂടെയാണ്. യേശു നമ്മെ നയിക്കും എന്നും യേശു നമ്മുടെ ജീവിതത്തിന്റെ സകല ആവശ്യങ്ങളിലും നമ്മെ സഹായിക്കും എന്നും ഉറപ്പായി നാം വിശ്വസിച്ചിരുന്നു. കാലക്രമേണ നമ്മുടെ വിശ്വാസത്തിൽ അപജയം സംഭവിച്ചിട്ടില്ലേ? യേശു എന്റെ ജീവിതയാത്രയിൽ, എന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, എന്റെ വേദനയിലും ദുഃഖങ്ങളിലും എല്ലാം കർത്താവ് കൂടെയുണ്ട്. അവിടെ നിന്ന് നമുക്ക് കൂട്ടായ്മയുടെ വലംകരം തരുന്നു എന്നുള്ളത് നാം മറന്ന് ജീവിച്ചു പോയിട്ടില്ലേ എന്ന് ആത്മപരിശോധന നടത്തേണ്ടുന്നത് ആവശ്യമാണ്. ബിഷപ്പ് ലെസ്ലി ന്യൂബിഗിൻ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ജീവിതത്തിൽ കനത്ത ഭാരവും പേറി കാലമാകുന്ന കുരിശിന്റെ വഴിയിൽ തളർന്നു വീഴുന്ന ഓരോ വ്യക്തിക്കും ആവശ്യമായ ശക്തിയും സമാശ്വാസവും നൽകുന്ന ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മോട് കൂടെ. ചുരുക്കി പറഞ്ഞാൽ, God is with our problems. He is Emmanuel. ദൈവം നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമ്മോട് കൂടെ ഉള്ളവനാണ്. ഇതാണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ ഏറ്റവും വലിയ തിരിച്ചറിവ് എന്ന് പറയുന്നത്. ജീവിതയാത്രയിൽ സഹയാത്രികനായവൻ നിശബ്ദനല്ല. അവൻ തുടർന്ന് ഇടപെട്ട് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. ഭാഗികമായ അറിവ് പലപ്പോഴും ആപൽക്കരമാണ്. ഈ എമ്മോസ് യാത്രികരായ ശിഷ്യന്മാരെ സംബന്ധിച്ച് യേശുവിനെ കുറിച്ച് ഭാഗികമായ അറിവ് മാത്രമേ ഉണ്ടായിരുന്നു. എന്നാൽ സത്യത്തിന്റെ ഭാവം എന്ന് പറയുന്നത് പൂർണ്ണതയാണ്. രണ്ടാമത്, വചനം വ്യാഖ്യാനിക്കുന്ന യേശുവിനെയാണ് ഈ ഭാഗത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വചനം വ്യാഖ്യാനിക്കുന്ന യേശു. ഇവരുടെ സംഭാഷണ മധ്യത്തിൽ തങ്ങളോടുകൂടെ വരുന്ന അപരിചിതൻ എന്ന് ഇതുവരെയും അവർ മനസ്സിലാക്കിയിട്ടില്ല. വിശുദ്ധ ലൂക്കോസ് വിശേഷം 24-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം രേഖപ്പെടുത്തുന്നത്, യേശു അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്നാണ് അവരെ സംബോധന ചെയ്യുന്നത്. തുടർന്ന് അവരുമായിട്ടുള്ള സംഭാഷണത്തിൽ പ്രവാചക പുസ്തകങ്ങളിൽ യേശുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതെല്ലാം അവർക്ക് തെളിവായി വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. ഈ ലോകത്തിന്റെ രക്ഷയ്ക്കും ഇസ്രായേലിന് വീണ്ടെടുപ്പുകാരനുമായി ഒരു മശിഹ അവതരിക്കുമെന്നും അവിടെ നിന്ന് ഈ ഭൂമിയിൽ എന്ത് ദൗത്യം നിർവഹിക്കുമെന്നും പ്രവാചകന്മാർ പ്രവചിച്ചുവോ അവയെക്കുറിച്ചെല്ലാം വിശദമായി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. 32-ാം വാക്യത്തിൽ നാം ശ്രദ്ധിക്കുമ്പോൾ
അവിടെ ഈ ശിഷ്യന്മാർ തമ്മിൽ പറയുകയാണ്, നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു. അപരിചിതനായ യേശു ഈ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളം കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതയാത്രയിൽ അവരറിയാതെ അനുഭവിച്ച ക്രിസ്തുവിന്റെ സാമീപ്യവും അവർ ശ്രവിച്ച വചനങ്ങളും ഒരു കത്തൽ എന്ന പോലെ അവർക്ക് അനുഭവപ്പെടുകയാണ്. ദൈവത്തെക്കുറിച്ച് ലഭിച്ച പുതിയ അറിവുകൾ അവരെ ദൗത്യ നിർവഹണത്തിലേക്ക് നയിച്ചു. ദൈവ വചനം എന്നത് ജീവൻ നൽകുന്ന വചനമാണ്. ദൈവവചനം നമുക്ക് പ്രത്യാശ നൽകുന്നതാണ്. ദൈവവചനം നമുക്ക് സൗഖ്യം നൽകുന്നതാണ്. ദൈവവചനം വഴി കാണിക്കുന്ന വചനമാണ്. ദൈവവചനം പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ കരുത്ത് പകരുന്നതാണ്. ഈ ദൈവത്തിന്റെ വചനം യേശു അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു. നാം ഇന്ന് ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്ന വെളിപ്പെടുത്തലും ഒരു കത്തലിന്റെ അനുഭവം നമ്മുടെ ഉള്ളിൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട്. ദൈവവചനത്തെ അതിന്റെ സമഗ്രതയിൽ മനസ്സിലാക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കത്തൽ അനുഭവമാകണം. അത് വചനാധിഷ്ഠിതമായ വിശ്വാസ രൂപീകരണത്തിലേക്ക് നമ്മെ നയിക്കും. മൂന്നാമത്, സ്വയം വെളിപ്പെടുത്തുന്ന യേശു. സ്വയം വെളിപ്പെടുത്തുന്ന യേശു. ദൈവവചനത്തെ കുറിച്ച് അവരോട് വ്യാഖ്യാനിച്ചു കൊടുത്തിട്ടും ശിഷ്യന്മാർ ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് തങ്ങളോടൊപ്പം യാത്ര ചെയ്ത് വരുന്നത് എന്ന് മനസ്സിലാക്കിയില്ല. എന്നാൽ യേശു ഇവിടെ സത്യത്തിന്റെ വചനഭാഷ്യം നൽകി തന്റെ യാത്രയ്ക്ക് വേഗത കൂട്ടുകയാണ്. ഈ ശിഷ്യന്മാർ അപരിചിതനായ യേശുവിൽ ഒരു ആത്മ സുഹൃത്തിനെ കണ്ടെത്തി. അതുകൊണ്ട് അവർ എത്തുവാനുള്ള ഗ്രാമത്തിനോട് അടുത്തപ്പോൾ സന്ധ്യയായ സമയത്ത് യേശുവിനെ തങ്ങളോടുകൂടെ പാർക്കുവാനായി ക്ഷണിച്ചു. വേഷത്തിലും നടപ്പിലും സംഭാഷണത്തിലും ശിഷ്യന്മാർ യേശുവിനെ തിരിച്ചറിയുന്നില്ല. യേശു എന്ന സ്നേഹിതൻ ഈ ശിഷ്യരോടൊപ്പം അവരോടൊപ്പം പാർക്കുവാനായി കടന്നു ചെല്ലുകയാണ്. അവർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് അനുഗ്രഹിച്ചു, അതിനെ നുറുക്കി ഇതാ വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ്. 31 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഉടനെ അവരുടെ കണ്ണ് തുറന്നു. യേശുവിനെ തിരിച്ചറിയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുഖാന്തരമായി വേദപുസ്തകം സുവിശേഷം നമ്മുടെ മുന്നോട്ട് വയ്ക്കുന്നത് യേശുവിന്റെ ഭക്ഷണക്കൂട്ടായ്മകളാണ്. യേശുവിന്റെ ഓരോ ഭക്ഷണക്കൂട്ടായ്മകളിലും യേശു കർത്താവ് അപ്പം എടുത്ത് അനുഗ്രഹിച്ചു, ദൈവത്തെ വാഴ്ത്തി അപ്പത്തെ നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് യേശുവിനെ തിരിച്ചറിയുവാനുള്ള മാർഗം എന്ന് പറയുന്നത് അപ്പം നുറുക്കൽ എന്നുള്ളതാണ്. ഉയർത്ത കർത്താവിനോടുകൂടെ നടന്നിട്ടും തിരിച്ചറിവ് നഷ്ടപ്പെട്ടവർ, ദർശനം വികലമാക്കപ്പെട്ടവർ, നിരാശ ബാധിച്ചവർ, തർക്കിക്കുകയും വാദിക്കുകയും കലഹിക്കുകയും ചെയ്യുന്നവർ. സഭയുടെ ഇന്നത്തെ ചിത്രവും ഒരുപക്ഷെ ഇതല്ലേ? അന്ധയായ ഹെലൻ കെല്ലറിനോട് ഒരാൾ ചോദിച്ചു, ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തം എന്താണ്? അവർ നൽകിയ മറുപടി, കണ്ണുണ്ടായിട്ടും കാണാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. കണ്ണുണ്ടായിട്ടും കാണാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ദുരന്തം എന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ശിഷ്യന്മാർ തിരിച്ചറിയുന്നത് അപ്പം നുറുക്കുന്നതിലൂടെയാണ്. ഈ യേശു കർത്താവിനെ നമുക്ക് തിരിച്ചറിയുവാനായി സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 19 വാക്യം നാം പഠിക്കുമ്പോൾ, തന്റെ കുഞ്ഞിനെ ഒരു കുറുങ്കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് എന്റെ പൈതലിന്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് മാറിയിരുന്ന് മാറത്തടിച്ച് നിലവിളിക്കുന്ന ഹാഗാറിന് ദൈവം ഒരു കാഴ്ച കാണിച്ചു കൊടുക്കുകയാണ്. ഹാഗാറിന്റെ കണ്ണ് ദൈവം തുറന്നു, അവിടെ ഒരു നീരുറവിനെ കാട്ടിക്കൊടുത്തു എന്നാണ്. വ്യക്തിപരമായ ബന്ധങ്ങളിൽ, ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ,
സഭയുടെയും സാമൂഹിക ജീവിതത്തിന്റെയും ബന്ധങ്ങളിൽ ഇരുട്ട് കയറി തുടങ്ങുമ്പോൾ ഒരുമിച്ച് ക്രിസ്തുവിനോട് കേണപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. വന്ന് ഞങ്ങളോടുകൂടെ പാർക്കണമേ, എന്റെ ഭവനത്തിൽ വന്ന് അങ്ങ് പാർക്കണമേ, അവിടുന്ന് വരണമേ, അവിടുത്തെ രാജ്യം വരണമേ. ഇപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. കണ്ണിലെ ഇരുട്ട് മാറി മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ നമുക്ക് സാധിക്കണം. ബന്ധങ്ങളെ ശരിയായി കാണാൻ കഴിയണമെങ്കിൽ സഭയെ ക്രിസ്തുവിന്റെ ശരീരമായി കാണുവാൻ സാധിക്കണമെങ്കിൽ കണ്ണ് തുറന്നാലേ കഴിയൂ. നമ്മുടെ അന്ധത മാറുവാനും കർത്താവിനെ അറിയുവാനും ഉള്ള ഉൾക്കാഴ്ചയ്ക്ക് വേണ്ടി ദൈവത്തോട് നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ശക്തി നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിന്റെ ഭാഗമായി, ദർശനം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിന്റെ ഭാഗമായി, നിരാശ ബാധിച്ച ഒരു സമൂഹത്തിന്റെ ഭാഗമായി നാം ഇന്ന് ജീവിക്കുകയാണ്. ക്രിസ്തുവിൽ പ്രിയ ദൈവമക്കളെ, എമ്മൗസിലേക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാരോട് കൂടെ ക്രിസ്തു നടന്നതുപോലെ നമ്മോടുകൂടെ കർത്താവ് നമ്മുടെ യാത്രയിൽ കൂടെയുണ്ട്. നമ്മുടെ കൂട്ടായ്മയിൽ കൂട്ടുകൂടുന്നവനാണ് ഈ യേശു. അതുകൊണ്ട് തളരാതെ തകരാതെ മുന്നോട്ട് നയിക്കുന്ന കൂട്ടുകാരനായ യേശുവിനോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാം. അവിടുന്നുമായുള്ള കൂട്ടായ്മയിൽ ദൈനംദിന ജീവിതത്തിന്റെ ദൈവകൃപ അനുഭവിപ്പാൻ സർവശക്തനായ ദൈവം എല്ലാവർക്കും കൃപയേകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ആമേൻ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനന്തമായി ഞങ്ങളെ സ്നേഹിക്കുകയും നാൾതോറും അത്ഭുതകരമായി വഴി നടത്തുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവമേ, അനുഗ്രഹീതമായ ഈ വിശുദ്ധ ദിനത്തിൻ്റെ ഈ പ്രഭാതവേളയിൽ ദൈവത്തെ സ്തുതിക്കുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും വലിയവനായ ദൈവം ഞങ്ങൾക്ക് നൽകിയ ഈ മഹാകൃപയ്ക്കായി നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ദൈനംദിന ജീവിതത്തിൽ ഞങ്ങളോട് കൂടെയിരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം ഇന്നേ ദിവസവും അനുഭവിപ്പാൻ അവിടെ നിങ്ങൾ കൃപ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവെ, അവിടെ നിന്ന് ഞങ്ങളോട് കൂടെ യാത്ര ചെയ്യുന്ന കർത്താവ്, അവിടെ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമായ ദൈവിക ദർശനം നൽകുന്നതിനായി വചനത്തിന്റെ പൊരുളുകളെ തിരിച്ചു തരുന്ന കർത്താവ്, അവിടെ നിന്ന് ഞങ്ങളുടെ കണ്ണുകളെ തുറന്ന് അങ്ങേ പൂർണ്ണമായി ഗ്രഹിക്കുവാൻ ആവശ്യമായ കൃപ നൽകുന്ന കർത്താവ് എന്ന് ദൈവവചനത്തിലൂടെ ഗ്രഹിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടുകൂടെ സ്തോത്രം. ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ തളർന്നു പോകാതെ ഉയർത്തെഴുന്നേറ്റ കർത്താവിലുള്ള ശക്തി പ്രാപിക്കുവാനും ദൈവത്തിൻ്റെ കൃപ അധികമായിട്ട് അനുഭവിപ്പാനും അവിടെ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. പ്രാർത്ഥനാനിരതരായി ദൈവസന്ധിയിൽ തങ്ങളെ സമർപ്പിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യും. നിന്റെ മക്കളുടെ വിശ്വാസ ജീവിതങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും യേശു കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുവാനും അവിടത്തോടുകൂടെ കൂട്ടായ്മ അനുഭവിക്കുവാനും എല്ലാ മക്കളെയും അവിടുന്ന് ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. വിവിധ ആവശ്യങ്ങളെ ഓർത്ത് ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. അവിടുത്തെ മക്കളുടെ ആവശ്യങ്ങളെക്കാൾ കർത്താവ് വലിയവർ. ചോദിക്കുന്നതിനുള്ള ഞങ്ങളുടെ അജ്ഞത അങ്ങ് പൊറുക്കുകയും നിന്റെ മക്കളുടെ ആവശ്യങ്ങളിൽ അങ്ങ് കൂടെയിരുന്ന് അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്യണമേ. രോഗികൾക്ക് സൗഖ്യവും ആശയറ്റവർക്ക് പ്രത്യാശയും അവിടെ നൽകണമേ. വേദനയിൽ അവിടെ നിന്ന് മുറിവ് കെട്ടുന്നവനായി കൂടെ ഇരിക്കണമേ. കണ്ണുനീരിനെ തുടച്ച് അത്ഭുതകരമായി നിന്റെ മക്കളെ ആശ്വസിപ്പിക്കണമേ. അവിടുത്തെ കൃപയുള്ള കരം അവിടുത്തെ മക്കളുടെ മേൽ വയ്ക്കണമേ. വൃദ്ധരായ മാതാപിതാക്കളെ ഞങ്ങൾ ഓർക്കുന്നു. അവിടുത്തെ അത്ഭുത കരങ്ങളിൽ നിന്റെ മക്കളെ വഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പലവിധമാകുന്ന രോഗങ്ങളിൽ ഭാരപ്പെടുന്ന എല്ലാം നിന്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗശൈലിയിൽ കൂടെയിരിക്കുന്ന കർത്താവെ, നിന്റെ സാമീപ്യം അവിടുത്തെ മക്കളെല്ലാവരും അനുഭവിപ്പാൻ ഈ ദിവസങ്ങളിൽ സഹായിക്കണമേ. കർത്താവെ, ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുവാൻ ബന്ധപ്പെടുന്ന എല്ലാം നിന്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
തൊഴിൽ നഷ്ടപ്പെട്ട് ഭാരത്തോടുകൂടി ആയിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അന്നന്നത്തേക്ക് ആവശ്യമായ ആഹാരവും വസ്ത്രവും പാർപ്പിടവും മറ്റ് ജീവിത ചുറ്റുപാടുകളുമെല്ലാം അവിടെ ഞങ്ങൾക്ക് നൽകുമല്ലോ. അങ്ങയിൽ നിങ്ങൾ പ്രത്യാശിക്കും. കർത്താവെ, മറ്റ് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം തന്റെ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും തങ്ങളുടെ ശുശ്രൂഷകൾ സമൂഹത്തിന്റെ നന്മയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി വിനിയോഗിപ്പാൻ തക്കോണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഭയെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. കഴിഞ്ഞ 135 വർഷം ദൈവം തന്റെ അദൃശ്യ സാന്നിധ്യം നൽകി ഈ സഭയെ ദൈവം അത്ഭുതകരമായി അനുഗ്രഹിച്ചു. ഈ ആലയത്തിൽ നിന്ന് എത്രയോ പ്രിയമുള്ളവർ ദുഃഖത്തോടും വേദനയോടും ഭാരത്തോടും നിന്റെ സന്ധിയിൽ മധ്യസ്ഥത വഹിച്ചു. അനേകരുടെ രൂപാന്തരത്തിന്, പാപമോചനത്തിന് ഈ ആലയത്തിലൂടെ ദൈവം ഇടയാക്കിയല്ലോ. അനേകർ തിരുസ്നാനം സ്വീകരിച്ച് സഭയുടെ കൂട്ടായ്മയിൽ പങ്കാളികളായി തീരുവാൻ അവിടുന്ന് ഇടയാക്കിയല്ലോ. അനേക ദൈവമക്കൾ അവിടുത്തെ ശരീരരക്തങ്ങൾ കൈക്കൊണ്ട് തിരുസഭയുടെ അംഗങ്ങളും അവിടുത്തെ ശരീരത്തിലെ അവയവങ്ങളുമായി മുദ്രയിടപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കിയല്ലോ. ദൈവത്തിന് സ്തോത്രം. ഈ സഭയിലൂടെ കഴിയുന്ന ആളുകളിലും ഈ കാലഘട്ടത്തിലും ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കായും ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും സഭയുടെ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയമുള്ളവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവെ, ഈ ആഴ്ച സഭയ്ക്ക് വേണ്ടി കൂടുതൽ മധ്യസ്ഥ വഹിക്കുവാനും സഭയുടെ ശുശ്രൂഷകളിൽ കർത്താവെ ഞങ്ങൾ അളവറ്റ കൃതാർത്ഥതയോടുകൂടെ കർത്താവെ ഇടപെടുവാനും തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിനായി സ്തോത്രം. ദേശത്ത് പാർക്കുന്ന വിവിധ മതസ്ഥരായ എല്ലാ നിന്റെ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. കർത്താവെ, ഞങ്ങളുടെ മഹായിടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭിവന്യ തിരുമേനിക്കായി പ്രാർത്ഥിക്കുന്നു. മഹായിടവക നേതൃത്വത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹായിടവകയിലെ എല്ലാ പട്ടക്കാർക്ക് വേണ്ടിയും സഭാ ശുശ്രൂഷകന്മാർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഇടവകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. മഹായിടവയുടെ എല്ലാ സ്ഥാപനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സംസ്ഥാനത്തിന് വേണ്ടിയും ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ നാളുകളിൽ ദൈവത്തിന് കൃപ ഭരണാധികാരികളുടെ മേൽ പകരണമേ. കർത്താവേ, ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഭരണാധികാരികളിലൂടെ സഹായിക്കണമേ. ദേശത്തിന് അവിടുന്ന് സൗഖ്യം നൽകണമേ. ഞങ്ങളുടെ പാപക്കുറ്റങ്ങളൊന്നും കണക്കിടാതെ വണ്ണം ദേശം മുഴുവനും സൗഖ്യം പ്രാപിക്കുവാൻ, ഈ മഹാമാരിയിൽ നിന്ന് ലോകം മുഴുവൻ വിടുതൽ പ്രാപിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗബാധിതരുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സിനെയും മറ്റാരോഗ്യ പ്രവർത്തകരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവിന്റെ കൃപ എല്ലാവരുടെ മേലും പകരണമേ. കർത്താവിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. കോവിഡ് രോഗനിമിത്തം ഭാരപ്പെടുന്നവർക്ക് ദൈവം സൗഖ്യം കൊടുക്കണമേ. നിരീക്ഷണത്തിന് കീഴിലായിരിക്കുന്നവരെ അങ്ങ് വിടുവിക്കണമേ. കർത്താവിന്റെ കൃപ കൊണ്ട് എല്ലാവരെയും പൊതിഞ്ഞ് സൂക്ഷിക്കണമേ. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ സമാധാനം ലോകത്തിലെല്ലായിടത്തും പകരണമേ. അങ്ങയുടെ സന്ധിയിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. യേശു കർത്താവ് ഞങ്ങളോട് കൂടെയുണ്ടെന്ന്, അവിടുന്ന് ഞങ്ങളോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണെന്ന്, അങ്ങയോടുള്ള കൂട്ടായ്മയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമെന്ന് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഈ നാടുകളിൽ ഞങ്ങളെ ഇടയാക്കണമേ. കർത്താവിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന് അനുഗ്രഹവും കൃപയും കാവലും എല്ലായ്പ്പോഴും നമ്മുടെ ഏവരോടും ഇരിക്കുമാറാകട്ടെ. ആമേൻ.